നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വിയറ്റ്നാമിലെ ചിരാഗുകളുടെ നഗരമായി അറിയപ്പെടുന്ന ഹോയിയാൻ എന്ന സുന്ദരമായ പട്ടണത്തിലേക്കാണ്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എന്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ടു ഹോയിയാൻ. ഡാൻ കോവ എന്ന പേരുള്ള ഈ ടാക്സി ഡ്രൈവറാണ് ഞങ്ങളെ ഇന്ന് ഹോയിയാൻ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചാണ് ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഒരു കരകൗശല നിർമ്മാണശാലയിൽ വണ്ടി നിർത്തി അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടാണ് ഞങ്ങൾ ഹോയിയാനിലേക്ക് യാത്ര തുടർന്നത്. അസാമാന്യമായ കരവിരുതാണ് ഇവിടുത്തെ ഓരോ ശില്പികൾക്കും ഉള്ളതെന്ന് നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാകും. ഹോയിയാനിലേക്കുള്ള യാത്രയിലെ ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് പോകുന്ന വഴിയിലുള്ള കോക്കനട്ട് ലഗൂണാണ്. കോക്കനട്ട് ലഗൂണിലെ കുട്ടവഞ്ചിയിൽ കയറി ഒരു കറക്കമൊക്കെ കറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ഹോയിയാനിലെത്താൻ. ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന തെങ്ങിൻ തോപ്പിന്റെ നടുവിലൂടെ പോകുന്ന ഈ ചെറിയ തോട്ടിൽ നിറയെ കുട്ടവഞ്ചികളാണ്. നല്ല നിറമുള്ള പെയിന്റ് അടിച്ചിട്ട് വളരെ ആകർഷകമായിട്ടാണ് ഇവയൊക്കെ വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ രൂപയിൽ ഏതാണ്ട് 400 രൂപയ്ക്ക് അടുത്താകും ഒരു മണിക്കൂറത്തെ കുട്ടവഞ്ചി സവാരിക്ക്. കുറച്ച് സൂക്ഷിച്ചു വേണം കുട്ടവഞ്ചിയിലേക്ക് കടക്കാൻ. വെള്ളത്തിൽ വീഴാനുള്ള കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. വളരെ പ്രഗത്ഭരായ തുഴച്ചിലുകാരാണ് ഈ കുട്ടവഞ്ചികളൊക്കെ നിയന്ത്രിക്കുന്നത്. ഒരു ചെറിയ പങ്കായം കൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മുന്നോട്ടോ ഒക്കെ വളരെ ആയാസരഹിതമായിട്ടാണ് ഇവർ ഈ കുട്ടവഞ്ചി നിയന്ത്രിക്കുന്നത്. തോട് കടന്ന് നമ്മൾ എത്തുന്നത് ബേ മാവു കോക്കനട്ട് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന വിശാലമായ ഒരു ലഗൂണിലേക്കാണ്. ഏതാണ്ട് 200 ഹെക്ടറിലായി പരന്നു കിടക്കുന്ന ഈ പ്രദേശം യുനെസ്കോ ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. നൂറുകണക്കിന് സന്ദർശകരാണ് ഓരോ ദിവസവും കോക്കനട്ട് ലഗൂൺ സന്ദർശിക്കാൻ എത്തുന്നത്. വിദേശികൾ തന്നെയാണ് ഈ സന്ദർശകരിൽ ഭൂരിഭാഗവും. നമ്മുടെ നാട്ടിൽ വളരുന്ന തെങ്ങുകളെ കൂടാതെ ഇവിടെ വെള്ളത്തിൽ മാത്രം വളരുന്ന ഒരു തെങ്ങിന്റെ വെറൈറ്റിയും ധാരാളമുണ്ട്. നമ്മുടെ കുട്ടവഞ്ചി ഇപ്പോൾ ലഗൂണിന്റെ പ്രധാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് പലവിധ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നത് കൊണ്ട് നല്ല കലങ്ങിയ വെള്ളമാണ് ഇവിടെയൊക്കെ. ജലനിരപ്പ് വല്ലാതെ ഉയർന്നിട്ടുണ്ട്. ഇവിടെ ഒരു കൊട്ടവഞ്ചിക്കാരൻ തന്റെ കൊട്ടവഞ്ചി ഇങ്ങനെ നല്ല സ്പീഡിൽ വട്ടം കറക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണ്. നമ്മുടെ നാട്ടിൽ വെച്ച് കൊട്ടവഞ്ചിയിൽ കയറി ഇങ്ങനെ കറക്കിന്റെ സുഖം അറിയാവുന്നത് കൊണ്ട് ഇപ്രാവശ്യം അത് വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. ഇന്ത്യൻ വംശജരായ ദമ്പതിമാരാണ് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കറക്കം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ അവസ്ഥ പറയാനാവാത്ത വിധം ആയിരുന്നു. പേടിച്ചേടാ, ഭയം പേടിച്ചു. ഇവിടെ കരോക്കെ ഗാനമേള നടക്കുന്നു. ഒരു ഗായകൻ ഇംഗ്ലീഷ് ട്യൂണുകളൊക്കെ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്.
കോക്കനട്ട് ലഗൂണിലെ കാഴ്ചകൾ അങ്ങനെ അവസാനിക്കുന്നില്ല. ഇതാ ഇവിടെ മീൻ പിടിക്കുന്ന ഒരു മുക്കുവനും തൊട്ടപ്പുറത്ത് നല്ല സ്പീഡിൽ മീൻ പിടിക്കാൻ വേണ്ടി തടാകത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വള്ളവുമൊക്കെ കാഴ്ചയിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. കാഴ്ചകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ സന്ദർശനം. എത്ര മനോഹരമായാണ് ഗ്രാമപ്രദേശങ്ങളെ സന്ദർശകർക്ക് വേണ്ടി വിയറ്റ്നാം ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഡാനാങ്ങിൽ നിന്നും ഹോയി ആനിലേക്കുള്ള യാത്ര കുറച്ച് നേരത്തെ തുടങ്ങിയാൽ നിങ്ങൾക്ക് മാർബിൾ മൗണ്ടനും കോക്കനട്ട് ലഗൂണും ഒക്കെ കണ്ടിട്ട് ഹോയി ആനിൽ സമാധാനമായി എത്താം. കാലാവസ്ഥ നോക്കിയിട്ട് വേണം ഹോയി ആനിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യാൻ. ഡാനാങ് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഹോയി ആനും കോക്കനട്ട് ലഗൂണും നിങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്തുവാൻ മറക്കരുത്. കോക്കനട്ട് ലഗൂണിൽ ഏതാണ്ട് 1.5 മണിക്കൂർ സമയം ചെലവഴിച്ചിട്ട് ഞങ്ങൾ ഹോയി ആൻ എന്ന ചരിത്രപ്രധാനമായ പട്ടണം കാണാൻ വേണ്ടി പോവുകയാണ്. 2000 വർഷം മുന്നേ തന്നെ ഒരു തുറമുഖ പട്ടണമായിരുന്നു ഹോയി ആൻ. ചാം രാജവംശമായിരുന്നു ഹോയി ആനും പരിസര പ്രദേശങ്ങളും ഭരിച്ചുകൊണ്ടിരുന്നത്. 15-ാം നൂറ്റാണ്ട് മുതൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഹോയി ആനിൽ കച്ചവടം നടത്താൻ എത്തിയിരുന്നു. ഇവരിൽ ഡച്ചുകാരും പോർച്ചുഗീസുകാരും ചീനക്കാരും എന്നുവേണ്ട ഇന്ത്യക്കാർ വരെ ഉണ്ടായിരുന്നു. കുറച്ചു ദിവസമായി മഴ പെയ്യുന്നതുകൊണ്ട് ഇവിടെ പല ഭാഗത്തും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഹോയി ആനിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചൈനീസ് വംശജർ 1653 പണി കഴിപ്പിച്ച കുവാൻ കോങ് പഗോഡയാണ്. പഗോഡയുടെ അകത്തേക്കുള്ള വഴിയിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് ദൂരെ നിന്ന് പഗോഡയുടെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഹോയി ആനിലെ സെൻട്രൽ മാർക്കറ്റ് ഏരിയയിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. 1990 ഹോയി ആനിനെ വേൾഡ് ഹെറിറ്റേജ് സിറ്റിയായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്തുള്ള കടയിൽ കയറി ഒരു ബാൻമി കഴിച്ചിട്ടാകാം ഇനിയുള്ള യാത്ര എന്ന് വിചാരിച്ച് കടയിൽ കയറി. വിയറ്റ്നാമിൽ പലയിടത്തും കണ്ടതുപോലെ സ്ത്രീകൾ തന്നെയാണ് ഈ കടയും നിയന്ത്രിക്കുന്നത്. ബാൻമി കഴിച്ചിട്ട് ഹോയി ആനിലെ മറ്റ് കാഴ്ചകൾ തേടി ഞങ്ങൾ നടന്നു. സന്ധ്യയായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ചിരാകുകളൊന്നും കണ്ണു വീഴ്ചിട്ടില്ല. ഹോയി ആനിലെ പല സ്ഥലങ്ങളും വെള്ളം കയറി കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴയായിരുന്നു. കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തെ കടന്ന് ഞങ്ങൾ ചൈനീസ് പഗോഡയും ജപ്പാനീസ് ബ്രിഡ്ജും ഒക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. സമയം രാത്രിയോട് അടുക്കുകയാണ്. തെരുവിലെ കടകളിലൊക്കെ ചിരാകുകൾ പതുക്കെ മിന്നിത്തുടങ്ങി. രാത്രിയായപ്പോഴേക്കും ഹോയി ആനിന്റെ തെരുവുകൾക്ക് വേറൊരു ഭംഗിയാണ്. പകൽ കണ്ട ഹോയി ആനല്ല ഇപ്പോൾ ഞാൻ നേരിട്ട് കാണുന്നത്. ആകെ മാറിയിരിക്കുന്നു. കടകളിലെ നിയോൺ വെളിച്ചങ്ങളും ചിരാകുകളുടെ നിറവും എല്ലാം കൂടി ചേർന്നിട്ട് വല്ലാത്ത ഒരു മായിക പ്രപഞ്ചമാണ് ഹോയി ആൻ ഇപ്പോൾ. പല നിറങ്ങളിലും ഡിസൈനിലുമുള്ള ചിരാകുകൾക്ക് വൻ ഡിമാൻഡാണ് ടൂറിസ്റ്റുകൾക്കിടയിൽ. മഴ പെയ്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും സന്ദർശകർക്ക് യാതൊരു കുറവുമില്ല. ചെറിയ ഒരു ഇടനാഴി കടന്നു വേണം ഓൾഡ് ടൗണിലേക്ക് എത്താൻ. അവിടെയാണ്
ചൈനീസ് പഗോഡയും ജപ്പാനീസ് ബ്രിഡ്ജുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ബോട്ടിങ്ങും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഓൾഡ് ടൗണിലെ പഴയ ബിൽഡിങ്ങുകളെല്ലാം കോഫി ഷോപ്പുകളും മറ്റുള്ള വ്യവസായ സ്ഥാപനങ്ങളുമായി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ചൈനീസ് പഗോഡയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. പണ്ട് ഇവിടെ കച്ചവടം ചെയ്തിരുന്ന ചൈനീസ് വ്യാപാരികളായിരുന്നു ഈ പഗോഡ ഇവിടെ സ്ഥാപിച്ചത്. തീൻ ഹാവു എന്ന ചൈനീസ് ദേവതയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കടൽ കടന്നു വന്ന് വ്യാപാരം നടത്തിയിരുന്ന ചൈനീസ് വ്യാപാരികളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ ദേവതയെ ഇവിടെ സ്ഥാപിച്ചത്. ഒന്നിനുള്ളിൽ ഒന്നായി 3 ഹാളുകളുണ്ട് ഈ ദേവാലയത്തിന്. പഗോഡയുടെ മുന്നിൽ തൂബോൺ നദിയാണ്. ഇവിടെ നിന്നുമാണ് ചിരാകുകൾ ഘടിപ്പിച്ച ബോട്ടുകളിൽ കയറി സന്ദർശകർ യാത്ര ചെയ്യുന്നത്. മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആയതുകൊണ്ട് 1-2 ബോട്ടുകൾ മാത്രമേ നദിയിൽ ഇപ്പോൾ കാണാനുള്ളൂ. നല്ല കാലാവസ്ഥയുള്ള സമയത്ത് തുബോൺ നദിയിൽ നിറയെ ലാൻഡറുകൾ ഘടിപ്പിച്ച ബോട്ടുകളായിരിക്കും. അവയിൽ നിറയെ സഞ്ചാരികളും. I got facts over tracks, isn't that spitting slow, spitting fast, I could roast, I could gas, think I'm okay at last, but I don't know if that can erase all the past and the pettiness. തൂബോൺ നദിക്ക് കുറുകെ ജപ്പാനുകാർ പണി കഴിപ്പിച്ച ജാപ്പാനീസ് കവേർഡ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ് ഇനി നമ്മൾ പോകുന്നത്. ഒരു സൈഡിൽ ഒരു നായയും മറു സൈഡിൽ ഒരു കുരുങ്ങിനെയും സ്ഥാപിച്ചിരിക്കുന്ന ഈ ജാപ്പാനീസ് ബ്രിഡ്ജ് 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ വ്യാപാരത്തിനായി കടന്നു വന്ന ജാപ്പാനീസ് കച്ചവടക്കാരാണ് സ്ഥാപിച്ചത്. ഇത് ഹോയിയാനിലെ ചന്തയാണ്. മഴ ആയതുകൊണ്ടും അധികം സന്ദർശകരില്ലാത്തത് കൊണ്ടും കടകളൊക്കെ പതുക്കെ അടഞ്ഞു തുടങ്ങുകയാണ്. മാർക്കറ്റിന്റെ ഒരു വശത്തുള്ള ചെറിയ ഹോട്ടലിൽ വിയറ്റ്നാമീസ് വിഭവങ്ങളൊക്കെ അങ്ങനെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ആഹാരം കഴിക്കാൻ മൂടില്ല. മഴ മുന്നറിയിപ്പ് വന്നതുകൊണ്ട് എത്രയും വേഗം കാഴ്ചകൾ കണ്ടു തീർത്തിട്ട് ഡാനാങ്ങിലേക്ക് മടങ്ങാൻ സമയമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്. Minrof, Bacardi, Gordon's, Bally's, Camberry, Martini, Malibu, Red Label, Black Label, Captain Morgan, Havana Club, Jameson, Chivas Regal, Jack Daniels, Jim Beam, അങ്ങനെ പറയണ്ട എല്ലാ തരത്തിലുള്ള കള്ളും വിൽക്കുന്ന ഒരു പെട്ടിക്കച്ചവടം. ഒരു സ്ത്രീയാണ് ഈ കടയുടെ ഇൻചാർജ്. രാത്രി ആയതേ ഉള്ളൂ. ഹോയിയാൻ്റെ തെരുവിൽ ഈ കട ഇപ്പോൾ സജീവമാവുകയാണ്. ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇതെല്ലാം വിറ്റ് തീരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു അത്ഭുതം.